ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രീമിയായ നല്ല സോഫ്റ്റായ തിരാമിസു കേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത്രയും നല്ല സോഫ്റ്റായ തിരാമിസു കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 5 മുട്ടയാണ്. അപ്പോൾ മുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറിലിട്ട മുട്ടയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ മുട്ട ഒന്ന് സെപ്പറേറ്റ് ആക്കാം. ഒന്ന് എഗ് യോൾക്കായിട്ടും ഒന്ന് അതിൻ്റെ വൈറ്റായിട്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ബൗളിൽ വെക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുക്കുന്നത് വൈറ്റാണ്, വൈറ്റ് എഗ്ഗ് മാത്രം. അപ്പോൾ ബൗളൊക്കെ നല്ല തുടച്ചിട്ട് വേണം നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ നല്ലോണം പതപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്തിലേക്ക് ചെയ്യാം, 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ 1 കപ്പ് ഷുഗറിൽ ഞാൻ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പ് ഷുഗർ ഞാൻ ഈ വൈറ്റ് എഗ്ഗിനും അതേപോലെ ബാക്കി 1/2 കപ്പ് ഷുഗർ ഞാൻ യെല്ലോക്കുമാണ് മാറ്റി വെച്ചത്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി വൈറ്റിൻ്റെ കേട്ടോ. ഇനി നമുക്ക് യെല്ലോക്ക് പോവാം. അപ്പോൾ യെല്ലോ ഇതേപോലെ നല്ല ബൗള് നല്ല ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ 5 എഗ് യോൾക്ക് ഇതേപോലെ മെല്ലെ ആദ്യം ബീറ്റ് ചെയ്യാം, എന്നിട്ട് നല്ല സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് ബാക്കി വന്ന 1/2 കപ്പ് ഷുഗർ. അപ്പം ഞാനിവിടെ ഒട്ടും പൗഡർഡ് ഷുഗർ അല്ല ഞാൻ ആഡ് ചെയ്യണത്, സാധാ നമ്മൾ ഷുഗർ അതേപോലെ 1/2 കപ്പ് ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ വൈറ്റൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എന്താ പറയുക ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ വാനില എസൻസ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് മറക്കാണ്ട് ഒഴിക്കുക, അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് വരും. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം. അപ്പോൾ ഈ വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചത്. അപ്പോൾ അതും ഹാഫായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മളത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയ 2 കപ്പ് മൈദ. അപ്പോൾ 2 കപ്പ് മൈദ നേരത്തെ അരിപ്പിൽ അരിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ അതും നമുക്ക് ഹാഫായിട്ട് മാത്രമേ മൈദ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ബീറ്റർ എടുത്തിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സ്പാച്ചില എടുത്തിട്ടോ അല്ലെങ്കിൽ വിസ്ക് എടുത്തിട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഉപ്പും അതേപോലെ 2/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബാറ്റർ ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇടണക്കാട്ടി മുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് തേച്ചാൽ മതി, അപ്പോൾ നന്നായിട്ട് ഒട്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിക്കാം നമുക്കിതിലോട്ട്. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്താലേ നമ്മൾ ഈ എയർ ബബിൾസൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടുള്ളൂ, അതേപോലെ പൊങ്ങാണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓവനിലിട്ടിട്ട്, അതിപ്പോൾ ഓവൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ഞാൻ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കേക്ക് വെച്ചത്. ഒരു 40-45 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കേക്ക് ഇവിടെ റെഡിയാവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ക്രീം റെഡിയാക്കാം. അപ്പോൾ ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ക്രീം ചീസാണ്. ക്രീം ചീസോ മാസ്കപ്പോൺ ചീസോ ആണ് നമ്മൾ തിരാമിസുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 500 ഗ്രാം ക്രീം ചീസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, മറക്കണ്ട. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ. ഷുഗർ എപ്പോഴും പൗഡേർഡ് ആക്കിയിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായി ഒരു കടിക്കാനൊക്കെ ഇതാവണ പോലെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് 1/2 കപ്പ് വെള്ളം, നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ല ക്രീമി ആക്കിയിട്ട് വേണം ഇതിൽ ഒഴിക്കാൻ. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഞാനൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 40-45 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളെ കേക്ക് ഇവിടെ സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കാം, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഞാനതൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തുനിന്ന് ഹോൾ ഉണ്ടാക്കാം. അപ്പോൾ ഹോൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കോഫി മിക്സ്ചറാണ് ഒഴിക്കുന്നത്. തിരാമിസുവിനൊക്കെ നമുക്ക് കോഫിയാണ് വേണ്ടത്. കോഫി മിക്സ്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കോഫി ഉണ്ടാക്കിയിട്ട് അത് നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ കോഫി മിക്സ്ചർ ഉണ്ടാക്കി വെക്കാം നമുക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് ഒഴിക്കണം, എന്നാലേ ആ കോഫി ടേസ്റ്റ് നല്ലോണം വരുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്രീം ഒട്ടും എന്താ പറയുക ഫ്ലഫി അല്ല, ജസ്റ്റ് നല്ല ക്രീമി ടെക്സ്ചറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒഴുകും നന്നായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നന്നായി ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ. ഇനി നമുക്ക് മെയിനായ ഒരാളാണ് നമ്മളുടെ കൊക്കോവ പൗഡർ. അപ്പോൾ കൊക്കോവ പൗഡർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളെ കൊക്കോവ പൗഡർ കുറച്ച് നല്ലോണം ഉണ്ടാവണം, അപ്ലൈ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുവിധം ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സെക്കൻഡ് ലെയർ വെക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയറിലും ഞാൻ അതേപോലെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ക്രീമൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കി എക്സസ് ആവണ ക്രീമൊന്നും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമുക്കിതിൻ്റെ മേലെ കൊക്കോവ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തിരാമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പുഡിംഗ് ഉണ്ടാക്കണ അതേ ഫീൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. പക്ഷേ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയ്ക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത റെസിപ്പിയുമായി വീണ്ടും വരുന്നവരെ ബൈ.